നമസ്കാരം. ഇന്ന് മലയാള മാധ്യമങ്ങൾ ഒന്നടങ്കം ബ്രേക്ക് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തത് ദില്ലിയിലെ ജന്തർ മന്ദറിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം നടത്തുന്ന സമരത്തെക്കുറിച്ച് തന്നെയായിരുന്നു. ഈ സമരത്തിനിടയിൽ പല ദേശീയ നേതാക്കളും ആ വേദിയിലേക്ക് എത്തുന്നു. കെജ്രിവാളും ഭഗവത് മന്നും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയും അവിടെ എത്തുന്നുണ്ട്. വലിയ വലിയ പ്രസ്താവനകൾ നടത്തുന്നു, കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. ഇത് നമ്മുടെ ഇവിടെയുള്ള മലയാള മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഈ വേദിയിലേക്ക് എത്തിയ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് പ്രത്യേകമായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും. അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിനൊപ്പമുള്ള നേതാക്കളും ഒക്കെ അഴിമതി കേസിൽ അല്ലെങ്കിൽ BJPക്കെതിരായുള്ള അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പേരിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വേദിയിലേക്ക് എത്തിയ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ വാക്കുകൾ എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കേന്ദ്രം യുദ്ധം ചെയ്യുകയാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ കേരളത്തിന്റെ ഈ സമരപ്പന്തലിൽ വന്നിരുന്ന് പറഞ്ഞത്. പ്രതിപക്ഷ സർക്കാരുകളെ ദ്രോഹിക്കാൻ എല്ലാ തന്ത്രങ്ങളും കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യത്തെ 70 കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളെ കേന്ദ്രം അർഹതപ്പെട്ട ഫണ്ടുകൾ നൽകാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവർണർമാരെയും ലഫ്റ്റനന്റ് ഗവർണർമാരെയും ഉപയോഗിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇവർ തടസ്സപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ തങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ മോശമായ അവസ്ഥയെ ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിനൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നാളെ അവർക്ക് എന്നെയും വിജയൻ സാബിനെയും MK സ്റ്റാലിനെയും സിദ്ധരാമയെയും ഉൾപ്പെടെ ജയിലിൽ അടയ്ക്കാൻ സാധിക്കും, സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കും. കെജ്രിവാളിന്റെ ഈ ഒരു പരാമർശം അടുത്ത് തന്നെ ശരിയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് മേൽ ഇപ്പോഴുള്ള അഴിമതി കേസിൽ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ കേസിലൊക്കെയും വലിയ രീതിയിലുള്ള നിയമയുദ്ധമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദില്ലി മദ്യനയ കേസിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായ മനീഷ് സിസോദിയ ഇപ്പോഴും അഴിക്കുള്ളിൽ തന്നെയാണ്. എന്നാണ് ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാവുക എന്ന് മാത്രമാണ് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞത് വിജയൻ സാബിന്റെ പേരാണ്, പിണറായി വിജയന്റെ പേരാണ്. നമുക്കറിയാം പിണറായി വിജയനും അഴിമതി ആരോപണങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നും എത്ര വർഷം പഴക്കമുള്ള അഴിമതിയും അദ്ദേഹം ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അറിയാം. തമിഴകത്താവട്ടെ MK സ്റ്റാലിൻ, DMKയുടെ അധ്യക്ഷൻ, DMK ഫയൽസ് തന്നെ അണ്ണാമലൈ തമിഴകത്ത് തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ഓരോ നേതാക്കളുടെയും അഴിമതി കഥകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി കർണാടകത്തിലാവട്ടെ സിദ്ധരാമയ്യയും DK ശിവകുമാറും നയിക്കുന്ന ഒരു സർക്കാർ, അവിടെയും അഴിമതിക്ക് ഒട്ടും കുറവില്ല. പലപ്പോഴും അഴിമതി പുറത്തു വരാതെ അത് കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക വൈഭവം കൂടി സിദ്ധരാമയ്യയ്ക്കുണ്ട് എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത്തരത്തിലുള്ള പല പ്രതിഷേധങ്ങളും രാജ്യ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെയും കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ മിണ്ടാതിരുന്ന നമ്മുടെ സർക്കാരാണ് ഇപ്പോൾ ദില്ലിയിൽ പോയി മന്ത്രിസഭ ചേർന്നിരിക്കുന്നത്. സമരപ്പന്തലിൽ വലിയ പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നവകേരള യാത്ര എന്നുള്ള ആ PR പരിപാടി അത് പാളിപ്പോയത് കൊണ്ടും മാത്രമല്ല മാസപ്പടി വിവാദ കേസിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കുരുക്കു മുറുകുന്നത് കൊണ്ടുമൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ എണ്ണം ഇനി കൂടി വരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സീതാരാമൻ കേരളത്തെ അവഗണിച്ചു എന്ന തരത്തിൽ ഉള്ള ഒരു പരാമർശം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. ഇതിനൊക്കെ കൃത്യമായി അവർ ആ പാർലമെന്റിൽ വെച്ച് തന്നെ കണക്കുകൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്നുകിൽ കേന്ദ്രം കള്ളം പറയുന്നു അല്ലെങ്കിൽ കേരളം കള്ളം പറയുന്നു. ഇതിൽ രണ്ടിലൊരു കൂട്ടർ കള്ളം പറയുന്നുണ്ട് എന്ന കാര്യം പൊതുജനത്തിന് വ്യക്തമാണ്. നിർമ്മല സീതാരാമനാണ് നിരന്തരമായി ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ കബളിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ സംഘം ശ്രമിക്കുന്നില്ല എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും അവർ പറയുന്ന കണക്കുകളൊക്കെ തെറ്റാണ് എന്ന് നമ്മുടെ ധനമന്ത്രി ഉൾപ്പെടെ ആവർത്തിക്കാറുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ കണക്കുകൾ തെറ്റാണ്, യഥാർത്ഥ കണക്കിതാണ് എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവെക്കുന്നില്ല എന്നീ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വരെയും ഈ തലസ്ഥാനത്ത് സമരപ്പന്തലിൽ, ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സമരപ്പന്തലിൽ മലയാളത്തിലുള്ള ബോർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പല ചാനലുകളിലും വന്ന ഒരു ചോദ്യമാണ്,
രാജ്യ തലസ്ഥാനത്താണ് സമരം ചെയ്യാൻ പോയിരിക്കുന്നത്. തീർച്ചയായും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണ് ബോർഡുകൾ സ്ഥാപിക്കുന്നതെങ്കിൽ അതിന് ലഭിക്കുന്ന ഒരു ദേശീയ ശ്രദ്ധ കുറച്ചുകൂടി വലുതായിരിക്കും. രാജ്യ തലസ്ഥാനത്തുള്ള നേതാക്കൾക്ക്, പ്രത്യേകിച്ചും BJPയുടെ നേതാക്കൾക്കൊക്കെ അത് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മലയാളത്തിൽ മാത്രം ബോർഡുകൾ സ്ഥാപിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം, ഇന്നലെ കർണാടകത്തിന്റെ സമരം ഉണ്ടായിരുന്ന ഇന്നലെ കേരളത്തിന്റെ വേദിയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇപ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധ സമരമൊക്കെ ഈ നാട്ടിലുള്ള ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും കേരളത്തിലുള്ള ആളുകൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള ബോർഡിന്റെ ആവശ്യമില്ല. അവർക്ക് മലയാളത്തിലുള്ള ബോർഡ് തന്നെ ധാരാളമാണ്. അത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വരെയും കേരളത്തിന്റെ ആ പന്തലിൽ മലയാളത്തിൽ മാത്രമുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നുള്ളത്. എന്തായാലും ഈ വിജയൻ സാബും അരവിന്ദ് കെജ്രിവാളും ഒക്കെ അഴിമതി എന്താണ് എന്നറിയാത്ത നേതാക്കളായതുകൊണ്ട്, അല്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി അവർ ഒരു തെറ്റും ചെയ്യാത്തവരാണ് എന്ന് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അണികൾ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കുക, അണികൾ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന കണക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വലിയ ആവേശകരമായ വാക്കുകളൊക്കെ ഏറ്റെടുക്കുകയുള്ളൂ. ജനത്തിനറിയാം ഇവിടെ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇന്നലെയാണ് പിണറായി വിജയന്റെ മകളുടെ കേസിൽ സുപ്രധാന വഴിത്തിരിവുണ്ടായത്. അവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ, സൂചനകളൊക്കെ വളരെ ശക്തമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനിയും ഇത്തരം നാടകം കാണാൻ സാധിക്കും. കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും കാണാൻ സാധിക്കും. നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇനി വരാൻ പോകുന്നത് ഒരു പ്രതിഷേധ പരമ്പര തന്നെയായിരിക്കും. അതങ്ങനെ തന്നെ നിലനിർത്തേണ്ടത് ആവശ്യവുമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അണികളെ ഒന്ന് ശക്തിപ്പെടുത്തി നിർത്തേണ്ടതിന്റെ ആവശ്യകത രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ തമ്മിൽ ഉള്ളിൽ എത്ര സൗഹൃദമുണ്ട് എങ്കിൽ പോലും പുറമെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതും ഇതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടെയുള്ള പാർട്ടി അനുഭാവികൾ തമ്മിൽ തല്ലുന്നതും സൈബർ ഇടങ്ങളിൽ ഏറ്റുമുട്ടുന്നതും. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കും. എന്തായാലും കെജ്രിവാളിന്റെ കാര്യത്തിൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന ദിവസം ഇഡിക്ക് മുന്നിൽ ഹാജരാവേണ്ടതുണ്ട് എന്ന്. ഇതുവരെയും ഒഴിഞ്ഞു മാറി നടന്നു. ഇനി ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെ പ്രതിരോധം ഒരുക്കിയാലും കെജ്രിവാളിന് ഇനി അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും കേന്ദ്രമാണ് ഇത്ര വലിയ അഴിമതിയൊക്കെ ചെയ്തത് എന്ന് അവർ ഇപ്പോഴും പറയുന്നില്ല. മറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ ചെയ്ത അഴിമതിയൊക്കെ കേന്ദ്രം കണ്ടുപിടിക്കുന്നു, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് മാത്രമാണ്. എന്തായാലും അഴിമതി നടത്തി എന്ന കാര്യത്തിൽ ആരും ഒരു ഏറ്റുപറച്ചിലൊന്നും നടത്തുന്നില്ല ജനങ്ങളോട്. മറിച്ച് അതെല്ലാം സമ്മതിച്ചു തരുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇനിയും കൂടുതൽ വാർത്തകൾ എത്തും. കൂടുതൽ ശക്തിയോടെ നേതാക്കൾ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യും.